ഞാൻ വന്നിട്ടുള്ളത് ട്രെൻഡിങ് ഐറ്റം ആയിട്ടാണ്. ഇപ്പോൾ യൂട്യൂബിലൊക്കെ വൈറലായിട്ടുള്ളൊരു റെസിപ്പിയാണ് ടർക്കിഷ് ചിക്കൻ. അപ്പോൾ ഞാനും ഇതൊന്ന് ഉണ്ടാക്കി നോക്കിയിട്ടോ. നല്ല ടേസ്റ്റ് ആയിരുന്നു, വേറെ ലെവൽ ടേസ്റ്റ് എന്ന് തന്നെ പറയാം. അപ്പോൾ ടർക്കിഷ് ചിക്കൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ ഞാനിവിടെ 500 ഗ്രാം ചിക്കനാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ബോൺലെസ് ചിക്കനാണ് കേട്ടോ. ചിക്കൻ്റെ എല്ലൊക്കെ മാറ്റിയിട്ടാണ് ഇപ്പോൾ ഞാൻ ഈ ചിക്കൻ എടുത്തിട്ടുള്ളത്. ചെറിയ ചെറിയ പീസായി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കിതൊന്ന് മാരിനേറ്റ് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ 1.5 ടേബിൾ സ്പൂൺ തൈരാണ് ചേർക്കുന്നത്. ഇതിപ്പോൾ കുറച്ച് പുളിയുള്ള തൈരായതുകൊണ്ടാണ് 1.5 ടേബിൾ സ്പൂൺ ചേർത്തത്. ഒട്ടും പുളിയില്ലാത്ത കട്ട തൈരൊക്കെ ആണെന്നുണ്ടെങ്കിൽ 3 ടേബിൾ സ്പൂൺ ചേർക്കുക. പിന്നെ 1 ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർത്തിട്ടുണ്ട്. 1.5 ടീസ്പൂൺ വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റാണ് ചേർത്തത്. പിന്നെ ഒരു 1/4 ടീസ്പൂൺ ഗരം മസാല ചേർക്കുന്നുണ്ട്. 1/2 ടീസ്പൂൺ ചെറിയ ജീരകം പൊടിച്ചത്. അപ്പോൾ ചെറിയ ജീരകം ഒന്ന് ചൂടാക്കിയിട്ട് ജസ്റ്റ് ഒന്ന് പൊടിച്ചെടുത്താൽ മതി. പിന്നെ 1 ടീസ്പൂൺ കുരുമുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒറിഗാനോ 1/2 ടീസ്പൂൺ ചേർക്കുന്നുണ്ട്. നമ്മൾ പിസയിലൊക്കെ ചേർക്കുന്ന ഒറിഗാനോ ആണ് കേട്ടോ, അത് മസ്റ്റാണ്. പിന്നെ 1 ടേബിൾ സ്പൂൺ വിനാഗിരിയാണ് ചേർത്തത്. പിന്നെ 2 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിലും ചേർത്തിട്ടുണ്ട്. വെളിച്ചെണ്ണ ഒന്നും ചേർക്കരുത് കേട്ടോ. ഇനി നമുക്കിതിലേക്ക് ചിക്കൻ മാഗി ക്യൂബ് ഒരെണ്ണം ഇട്ട് കൊടുക്കുക. ഇതിപ്പോൾ എൻ്റെ കയ്യിലുള്ളതുകൊണ്ട് ഇട്ട് കൊടുത്താണ്. ഇനിയിപ്പോൾ ചിക്കൻ മാഗി ക്യൂബ് ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. പിന്നെ ഒരു പിഞ്ച് ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. കാരണം മാഗി ക്യൂബിൽ ഉപ്പുണ്ട്, അതുകൊണ്ട് തന്നെ കുറച്ച് ഉപ്പ് ഇട്ട് കൊടുത്താൽ മതി. ചിക്കൻ മാഗി ക്യൂബ് ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ ഒരു വേറൊരു ടേസ്റ്റാണ്. അപ്പോൾ ഇത് നന്നായി മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി 1/2 മണിക്കൂർ നമുക്കിതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. അപ്പോൾ ഇനി ടർക്കിഷ് ചിക്കനിലേക്ക് വൈറ്റ് സോസ് ഉണ്ടാക്കണം. അപ്പോൾ ഒരു പാൻ ചൂടാക്കിയിട്ട് അതിലോട്ട് 1 ടേബിൾ സ്പൂൺ ബട്ടർ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ബട്ടർ നിങ്ങളുടെ കയ്യിലില്ലെങ്കിൽ സൺഫ്ലവർ ഓയിൽ എടുത്താലും മതി കേട്ടോ. പിന്നെ അതിലേക്ക് ചേർക്കുന്നത് 1 ടേബിൾ സ്പൂൺ മൈദയാണ്. അപ്പോൾ മൈദ ഈ ബട്ടറിലേക്ക് ഇട്ടിട്ട് ലോ ഫ്ലെയിമിലിട്ട് നന്നായിട്ടൊന്ന് റോസ്റ്റാക്കി എടുക്കുക. ഒരു 2 മിനിറ്റ് ഒന്ന് ലോ ഫ്ലെയിമിലിട്ട് റോസ്റ്റാക്കി എടുത്താൽ മതി. അപ്പോൾ മൈദയൊക്കെ ഇവിടെ റോസ്റ്റ് ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 കപ്പ് പാലാണ് ചേർക്കുന്നത്. 1 കപ്പ് പാല് ചേർത്തിട്ട് നമ്മളിത് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ പാല് ചേർത്ത ഉടനെ തന്നെ ഒന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ. ആദ്യം നമുക്ക് ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് തന്നെ ഇതൊന്ന് വേവിച്ചെടുക്കാം. മൈദയൊക്കെ നന്നായിട്ട് കുറുകിയ ഒരു തിക്ക് കൺസിസ്റ്റൻസി ആവുന്നത് വരെ ഒന്ന് വേവിച്ചെടുക്കുക. പിന്നെ നമ്മളിതിലേക്ക് 1/4 ടീസ്പൂൺ ഒറിഗാനോ ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു പിഞ്ച് ഉപ്പ് ഇട്ട് കൊടുക്കുക കേട്ടോ. പിന്നെ നമ്മൾ കൈവിടാതെ ഇളക്കി കൊടുക്കണം കേട്ടോ, അല്ലെങ്കിൽ ചിലപ്പോൾ ഇത് അടി പിടിക്കും, അല്ലാന്നുണ്ടെങ്കിൽ കട്ട പിടിക്കുകയൊക്കെ ചെയ്യും. അപ്പോൾ ഇതിപ്പോൾ നല്ല തിക്കായിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. പിന്നെ ഇത് തണുത്ത് കഴിയുമ്പോൾ ഒന്നും കൂടെ തിക്കാവും. അതുകൊണ്ട് ഈ കൺസിസ്റ്റൻസി ആകുമ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്യാണ് നല്ലത്. ടർക്കിഷ് ചിക്കൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു കടായി ചൂടാക്കിയിട്ട് അതിലോട്ട് 4 ടീസ്പൂൺ സൺഫ്ലവർ ഓയിൽ ചേർത്തിട്ടുണ്ട്. ഇനി നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. 1/2 മണിക്കൂർ നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ചതുകൊണ്ട് തന്നെ ചിക്കനിൽ ഉപ്പും പുളിയൊക്കെ നന്നായിട്ട് പിടിച്ചിട്ടുണ്ട്. ഇനി എണ്ണയിലിട്ടിട്ട് ചിക്കൻ ഒന്ന് ഇളക്കിയെടുക്കുക. 2-3 മിനിറ്റ് ഇതുപോലെ ഒന്ന് ഇളക്കിയെടുക്കുക. അപ്പോൾ ചിക്കന് നല്ലൊരു രുചിയാണ് കേട്ടോ അങ്ങനെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ. അപ്പോൾ ചിക്കൻ നന്നായിട്ടൊന്ന് ഇളക്കിയെടുത്തിട്ടുണ്ട്. ഒരു 3 മിനിറ്റ്. ഇനി തീ കുറച്ച് വെച്ചിട്ട് ഇത് അടച്ച് വെച്ച് 10 മിനിറ്റ് വേവിച്ചാൽ മതി. കാരണം ചെറിയ കഷ്ണങ്ങളായിട്ടാണല്ലോ നമ്മൾ കട്ട് ചെയ്തത്. അതുപോലെ ബോൺലെസ് ചിക്കനും ആണല്ലോ. അപ്പോൾ 10 മിനിറ്റ് കൊണ്ട് തന്നെ ചിക്കൻ വെന്തിട്ടുണ്ട്. ചിക്കനിൽ വെള്ളം ഇറങ്ങിയിട്ടുണ്ട്. അതുപോലെ എണ്ണ നന്നായി തെളിഞ്ഞിട്ടുണ്ട്. ഇനി ഹൈ ഫ്ലെയിമിലിട്ടിട്ട് ആദ്യം വെള്ളം ഒന്ന് വറ്റിച്ചെടുക്കുക. എന്നിട്ട് ഇതുപോലെ ഒന്ന് ഡ്രൈ ആയിട്ട് നല്ല റോസ്റ്റായി കിട്ടുന്നത് വരെ ഒന്ന് ഇളക്കിയെടുക്കുക കേട്ടോ. ഞാനിപ്പോൾ ഒരു 3 മിനിറ്റ് ഹൈ ഫ്ലെയിമിലിട്ടാണ് ഈ പരുവത്തിലാവുന്നത് വരെ ഇതൊന്ന് ഇളക്കിയെടുത്തത്. അതിനുശേഷം ചിക്കനൊക്കെ ഒന്ന് നിരത്തി വെച്ചിട്ട് അതിൻ്റെ മുകളിൽ നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ള വൈറ്റ് സോസ് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ വൈറ്റ് സോസ് നല്ല തിക്കായിട്ടുണ്ട് തണുത്ത് കഴിഞ്ഞപ്പോൾ. അപ്പോൾ ഇതുപോലെ ചിക്കൻ്റെ മുകളിലേക്ക് നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള വൈറ്റ് സോസ് ഒന്നിങ്ങനെ ഒഴിച്ചു കൊടുത്താൽ മതി. പിന്നെ നമ്മളിതിലേക്ക് ചേർക്കുന്നത് ചീസാണ് കേട്ടോ. അപ്പോൾ മൊസറല്ല ചീസ് 1/4 കപ്പ് മുതൽ 1/2 കപ്പ് വരെ ഇട്ട് കൊടുക്കാം. എൻ്റെ കയ്യിൽ മൊസറല്ല ചീസ് ഇല്ലാത്തതുകൊണ്ട് ഞാനിപ്പോൾ നമ്മൾ സാൻഡ്വിച്ചൊക്കെ ഉണ്ടാക്കുമ്പോൾ ഉപയോഗിക്കുന്ന ചീസ് സ്ലൈസ് ഉണ്ടല്ലോ, അത് 2 ചെറുതായി കട്ട് ചെയ്തതാണ് ഇപ്പോൾ ഇട്ട് കൊടുത്തത്. ഇനി ഇത് അടച്ച് വെച്ചിട്ട് ലോ ഫ്ലെയിമിൽ 2 മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്യുക, ചീസൊന്ന് മെൽറ്റ് ആവുന്നത് വരെ. അപ്പോൾ 2 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ ചീസൊക്കെ നല്ല പോലെ മെൽറ്റായി കിട്ടിയിട്ടുണ്ട്. കണ്ടില്ലേ? കൂടുതൽ ഓവറായിട്ട് കുക്ക് ചെയ്യേണ്ട കേട്ടോ, വെറും 2 മിനിറ്റ് മതി. ഇനി ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് നമുക്കിത് മാറ്റി വെക്കാം. എന്നിട്ട് ചൂടോട് കൂടി തന്നെ സെർവ് ചെയ്യാം കേട്ടോ. അപ്പോൾ ചീസ് സ്ലൈസ് എടുത്തതുകൊണ്ട് തന്നെ ഇങ്ങനെ വലിഞ്ഞ് കിട്ടുന്നൊരു പരുവായിട്ടില്ല. മൊസറല്ല ചീസൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ചീസിൻ്റെ പോലെ വലിഞ്ഞ് കിട്ടുന്നൊരു പരുവായിട്ട് കിട്ടും കേട്ടോ. പിന്നെ ചീസ് ഇല്ലാതെ അത് ഉണ്ടാക്കാം കേട്ടോ. പക്ഷേ ചീസ് ചേർക്കുമ്പോൾ ഒരു വേറെ ലെവൽ ടേസ്റ്റ് തന്നെയാണ്. പിന്നെ നമ്മൾ വൈറ്റ് സോസും ചീസൊക്കെ ചേർത്തുകൊണ്ട് തന്നെ ഒരു ക്രീമി ആയിട്ട് അതേപോലെ ഒരു ഗ്രേവി ടൈപ്പിലാണ് ഇത് ഇരിക്കുക. അപ്പോൾ നമുക്ക് ചപ്പാത്തിയുടെയും പൊറോട്ടയുടെയും നെയ്ച്ചോറിൻ്റെ ഒക്കെ കൂടെ കഴിക്കാം കേട്ടോ. നല്ല ടേസ്റ്റാണ്. അപ്പോൾ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ വീഡിയോ ഇഷ്ടമായിക്കണമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്യണേ. അപ്പോൾ ഇതുപോലുള്ള നല്ല അടിപൊളി വെറൈറ്റി റെസിപ്പികളുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക്